ഹായ് ഫ്രണ്ട്സ്, RACT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഡീഫ്രോസ്റ്റ് ടൈമർ എന്ന കമ്പോണൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് സാധാരണ ഒരു റെഫ്രിജറേറ്ററും ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ റെഫ്രിജറേറ്ററിലെ ഫ്രീസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കുറേ നേരം തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഐസ് പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഐസ് പിടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കുറയും. നമ്മൾ ഫ്രീസറിൻ്റെ അകത്ത് തണുപ്പിക്കാൻ വെക്കുന്ന സാധനങ്ങൾക്ക് 0 ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചർ കിട്ടാതെ വരും. സാധാരണയായിട്ട് ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18-നും -23-നും ഇടയ്ക്കാണ്. പക്ഷേ ഐസ് കട്ട പിടിച്ച് കഴിയുമ്പോൾ 0 ഡിഗ്രി വരെ ടെമ്പറേച്ചർ വരത്തുള്ളൂ. അതിനുശേഷം നമുക്ക് തണുപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ തെർമോസ്റ്റാറ്റ് അഥവാ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന നോബിൻ്റെ നടുക്ക് സ്വിച്ച് ഉണ്ടാവും. അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ കംപ്രസർ ഓഫ് ആകും. അപ്പോൾ കംപ്രസർ ഓഫ് ആയി കഴിയുമ്പോൾ സിസ്റ്റം സ്വാഭാവികമായിട്ടും ഹീറ്റാകാൻ തുടങ്ങും. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഇവാപ്പറേറ്ററിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഐസ് ഉരുകും. ഇതിനെയാണ് നമ്മൾ ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ മാനുവൽ ഡീഫ്രോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററുകളിൽ ഇതുപോലെ മാനുവലല്ല, ഒരു ഓട്ടോമാറ്റിക് ഒരു ടൈമർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡീഫ്രോസ്റ്റിംഗ് മെത്തേഡാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് ഹീറ്ററും ഉണ്ട്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കംപ്രസർ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഹീറ്റിംഗ് കോയിൽ ഒരല്പസമയത്ത് നേരത്തേന് ഓണാക്കുന്നു. അപ്പോൾ ആ ഹീറ്റ് കൊണ്ട് ഇവാപ്പറേറ്ററിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഐസ് ഉരുകി വെള്ളമായി മാറുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്രിഡ്ജുകളെ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ടൈമറാണ് ഇത്. ഇതിന് ഡീഫ്രോസ്റ്റ് ടൈമർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, കണക്ഷൻസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണയായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമറാണ്. അപ്പോൾ ഇതിലെ 4 പോയിൻറ്റ്സ് ഇതൊക്കെയാണ്: 1, 4, 3, 2. ഓക്കെ, ഈ 4 പോയിൻറ്റ്സാണ് ഉള്ളത്. ഇവിടെ 8A എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 8 ആംബിയറാണ്. ഇതിൽ കണക്ട് ചെയ്യാവുന്ന കംപ്രസർ എടുക്കുന്ന മാക്സിമം ആംബിയർ 8 ആംബിയറാണ്. അതിൽ കൂടുതലുള്ള കംപ്രസർ നമ്മളിതിൽ കണക്ട് ചെയ്യാൻ പാടുള്ളതല്ല. കൂടാതെ 240 വോൾട്ട് AC 50 ഹെർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. 240 വോൾട്ട് AC വൈദ്യുതിയിലാണിത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടെ 1/3 HP എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കംപ്രസറിൻ്റെ മാക്സിമം പവറാണ് 1/3 HP എന്ന് പറയുന്നത്. ഏറ്റവും വലുതായിട്ട് 8 അവർ 14 മിനിറ്റ് 8 മണിക്കൂർ 14 മിനിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 8 മണിക്കൂർ സമം ഈ ടൈമർ ചെയ്യുന്നത് കംപ്രസറും ഇവാപ്പറേറ്ററിൻ്റെ ഫാനും അല്ലെങ്കിൽ ഫ്രീസറിൻ്റെ ഫാനും പ്രവർത്തിപ്പിക്കും. അപ്പോൾ 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഇവാപ്പറേറ്ററിൽ ഐസ് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ടൈമറിൻ്റെ സ്വിച്ചിങ് 3-ൽ നിന്ന് 2-ലേക്കാക്കി മാറ്റുന്നു. കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് 3-ൽ നിന്ന് 4-ലേക്കാണ്. അത് 8 മണിക്കൂർ സമയം വർക്ക് ചെയ്യും. 8 മണിക്കൂർ കഴിഞ്ഞാൽ ആ കണക്ഷൻ 3-ൽ നിന്ന് 2-ലേക്ക് ആകും. 2-ൽ നിന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡീഫ്രോസ്റ്റ് ഹീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീഫ്രോസ്റ്റ് ഹീറ്ററിലേക്ക് വൈദ്യുതി എത്തിത്തുടങ്ങുമ്പോൾ ഡീഫ്രോസ്റ്റ് ഹീറ്റർ ചൂടാവും. അങ്ങനെ 14 മിനിറ്റ് സമയത്തേക്ക് അത് ചൂടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഇവാപ്പറേറ്ററിലുള്ള ഐസ് ഉരുകി വെള്ളമായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ ഡീഫ്രോസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി 14 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ടൈമർ കൂളിംഗ് മോഡിലേക്ക് പോകുന്നു. അതായത് 8 മണിക്കൂർ നേരം കംപ്രസറും ഇവാപ്പറേറ്റർ ഫാനും പ്രവർത്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ 8 അവർ 14 മിനിറ്റ് 8 മണിക്കൂർ 14 മിനിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൈമറുകൾ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു തരത്തിലുള്ള ടൈമറാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് AC 220 to 240 വോൾട്ട് 50 or 60 ഹെർട്സ് 1.5 വാട്ട്സ് 4.5 ആംബിയർ. ഇതിൽ നമുക്ക് 4.5 ആംബിയർ വരെ എടുക്കുന്ന കംപ്രസറുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 അവർ 40 മിനിറ്റ് ആണ്. 6 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഇതിൻ്റെ കൂളിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഡീഫ്രോസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് 12 മിനിറ്റ് ആണ്. അപ്പോൾ നേരത്തെ കണ്ട ടൈമറിൽ 14 മിനിറ്റ് ആയിരുന്നു, പക്ഷേ ഇതിൽ 12 മിനിറ്റ് ആണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതതിൻ്റെ മോട്ടറാണ്. ഇതിനുള്ളിലൊരു മോട്ടറുണ്ട്. ആ മോട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ സ്വിച്ചിങ് നടക്കുന്നത്.
അപ്പോൾ ഇതൊരു ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്ന മോട്ടറാണ്. അപ്പോൾ പക്ഷേ ഇതിൽ ഷെയ്ഡഡ് പോൾ മോട്ടർ തന്നെയാണ്, പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ചെറിയൊരു ബ്ലാക്ക് കളറുള്ള വീല് കാണാം. അപ്പോൾ ആ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ടൈമറിൻ്റെ ഗുണം. പക്ഷേ ഇതിൽ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിലുള്ള നോബിൻ്റെ ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ടൈമർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഡിജിറ്റൽ ക്ലാമ്പോമീറ്ററാണ്. അപ്പോൾ അതിന് 2 പ്രോബുണ്ട്. ഇതിൽ ബ്ലാക്ക് കളറുള്ള വയർ കണക്ട് ചെയ്തിരിക്കുന്ന കോമൺ എന്ന് പറയുന്ന പോയിന്റിലാണ്, റെഡ് കളറ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓംസ് അല്ലെങ്കിൽ വി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, ഇനി അത് നമ്മൾ കണ്ടിന്യൂറ്റി മോഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ കണ്ടിന്യൂറ്റി മോഡിലാണ് ഈ ഇത്തരത്തിലുള്ള കമ്പോണൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് 2 പ്രോബ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3ഉം 4ഉം ആയിട്ടുള്ള കണ്ടിന്യൂറ്റി നോക്കുക. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനർത്ഥം ഇത് കൂളിംഗ് മോഡിലാണ്. അപ്പോൾ കൂളിംഗ് മോഡിലായി കഴിഞ്ഞ് 8 മണിക്കൂർ ആകുമ്പോഴാണ് ഇതിൻ്റെ കണക്ഷൻ 3ൽ നിന്നും 2ലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആ ടൈം നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ നോബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ റൊട്ടേഷൻ കഴിയുമ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഹീറ്റിംഗ് മോഡിലേക്ക് പോകും. അപ്പോൾ ഹീറ്റിംഗ് മോഡിൽ 14 മിനിറ്റ് നേരത്തേനാണ് അതാകുക. അതിനുശേഷം വീണ്ടും അത് 8 മണിക്കൂറിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ 3നും 4നും തമ്മിലുള്ള കണ്ടിന്യൂറ്റിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ആ സൗണ്ട് കേട്ടതെന്ന് പറഞ്ഞത് അത് ഹീറ്റിംഗ് മോഡിലേക്ക് മാറിയ സൗണ്ടാണ്. ഇനി നമുക്ക് 3ഉം 2ഉമായിട്ട് കണ്ടിന്യൂറ്റി നോക്കാം. അപ്പോൾ 3ഉം 2ഉമായിട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 3ഉം 4ഉമായിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ 3ഉം 4ഉം തമ്മിലുള്ള കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അത് 3നും 2നും ഇടയ്ക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഹീറ്റിംഗ് മോഡിലാണ്. ഇനി നമ്മളൊരല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കൂളിംഗ് മോഡിലേക്കാവും. ഒരല്പം കൂടെ തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3ഉം 4ഉം തമ്മിലുള്ള കണ്ടിന്യൂറ്റി നോക്കുക. അപ്പോൾ വീണ്ടും കണ്ടിന്യൂറ്റി വന്നിരിക്കുകയാണ്. 3ഉം 2ഉം നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ചെയ്യുന്നത് ഈ താഴെയുള്ള ഈ ഷെയ്ഡഡ് പോൾ മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ റൊട്ടേഷൻ മൂലമാണ് ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ പറഞ്ഞ ഈ സ്വിച്ചിങ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് തിരിച്ചതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഡീഫ്രോസ്റ്റ് ടൈമറിൻ്റെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതിൻ്റെ 3 പോയിൻറ്റുകൾ 3, 4, 2. ഇനി 3ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് ഉള്ളിലുള്ള മോട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ മോട്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇതൊരു പവർ സപ്ലൈനോട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ 3ൽ ഫേസും 1ൽ ന്യൂട്രലും കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്ത് സപ്ലൈ ഓണായി കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളറുള്ള വീലുണ്ട്. ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്യുന്നില്ല എങ്കിൽ ഈ ടൈമർ ഡിഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സപ്ലൈനോട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1ൽ കൊടുത്തിരിക്കുന്നത് ന്യൂട്രലാണ്, 3ൽ കൊടുത്തിരിക്കുന്നത് ഫേസ് ആണ്. ഇനി നമുക്ക് സപ്ലൈ ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ബ്ലാക്ക് വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. അതിനർത്ഥം ഈ ടൈമർ വർക്കിംഗ് ആണെന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതുപോലെ ഈ ടൈമറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലൈൻ ഇടുക. ഒരെണ്ണം ഇതിൻ്റെ വൈറ്റ് കളറുള്ള ഭാഗത്തും ഒരു ലൈന് അതിന് തുടർച്ചയായിട്ട് ഈ നോബിലും ഇടുക. അതിനുശേഷം ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോ നേരം ഈ ടൈമർ ഇതുപോലെ പവർ സപ്ലൈ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ലൈനിൻ്റെ ഈ നോബിൻ്റെ അകത്തുള്ള ലൈനിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മോട്ടറും ഇതിനുള്ളിലുള്ള ഗിയർ മെക്കാനിസവും വർക്കിംഗ് ആണെന്നാണ്.
ഇനി നമ്മൾ നേരത്തെ കണ്ട ഈ ടൈമറിലും അതുപോലെ തന്നെയാണ് കണക്ഷൻസ് വരുന്നത്. 1, 4, 3, 2 എന്നിങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ 3നും 4നും ഇടയ്ക്കുള്ള കണ്ടിന്യൂറ്റി നോക്കുന്നു. അതിനുശേഷം നോബ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നോബ് ഇവിടാണ്, ഒരല്പം വ്യത്യാസമുണ്ട്. ഒരു ഫുൾ റൊട്ടേഷൻ കഴിയുമ്പോൾ അത് ഹീറ്റിംഗ് മോഡിലേക്ക് മാറുന്നു. ഹീറ്റിംഗ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ 3നും 2നും ഇടയ്ക്കായിരിക്കും കണ്ടിന്യൂറ്റി. ഓക്കെ, പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 3ൽ ഫേസും 1ൽ ന്യൂട്രലും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നോബിൽ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. ഒരു 2 മണിക്കൂർ ഇത് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്തിടുന്നു. അതിനുശേഷം നോബിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഈ ടൈമർ നല്ലതാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറിയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡീഫ്രോസ്റ്റ് ടൈമർ ചെക്ക് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഡിസൈനുകളുള്ള ടൈമറുകൾ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിൻ്റെയും ഇതുപോലെ കണക്ഷൻ 4 എണ്ണം ആയിരിക്കും. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.